വീടിനൊക്കെ ആംബിയൻസ് ഉണ്ടാക്കാന്ന് പറഞ്ഞാലേ അത്ര രസകരമായൊരു കാര്യം വേറില്ല. നേരത്തെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു മുറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്പേസിൽ നമുക്ക് ഒരു ഡ്രോയിങ് റൂം എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് ഫർണിഷ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളിവിടെ പ്രൈവസി ഉള്ള ഒരു ഡ്രോയിങ് റൂമും അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡൈനിങ് ആൻഡ് ലിവിങ് സ്പേസും പിന്നെ പഴയ കിച്ചനെ തന്നെ ഓപ്പൺ ആക്കിക്കൊണ്ട് ഇവിടെയാണ് നമ്മുടെ ഓപ്പൺ കിച്ചൻ്റെ കൗണ്ടറൊക്കെ വരുന്നത്. അങ്ങനെ ഒരു നല്ല ആംബിയൻസ് ഉള്ള വീടാക്കിയിട്ട് മാറ്റുകയാണ്. നേരത്തെ പ്രോപ്പറായിട്ടുള്ളൊരു ഡൈനിങ്ങും ഡ്രോയിങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ആ കിച്ചണിൽ നിന്ന് ഡ്രോയിങ് റൂമിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഒരു ചെറിയ കോറിഡോർ പോലത്തെ സ്ഥലത്ത് കൂടെയാണ്. ആ കോറിഡോർ പോലത്തെ സ്ഥലവും അതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന കൊച്ചുമുറിയും അതിൻ്റെ ഒപ്പം തന്നെ പഴയ വലിയ ഒരു സ്പേസ് ആയിരുന്നു ഡ്രോയിങ്ങും ഡൈനിങ്ങും ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിനകത്തു നിന്നുള്ള കുറേ സ്ഥലവും കൂടിയൊക്കെ ചേർത്തിട്ട് നല്ല രസമുള്ള ഒരു ലിവിങ് ഏരിയ ആയിട്ട് കിട്ടി. വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ തന്നെയാണ്, പക്ഷേ നമുക്ക് വലിയ ആംബിയൻസിലേക്ക് ആ സ്പേസിനെ കൊണ്ടുവരാൻ പറ്റി. പിന്നെ വാസ്തു കറക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഭാഗത്ത് ഈ കൺസ്ട്രക്ഷനൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു നല്ല വരാന്തയും അതിന് കുറേ പർഗോളാസൊക്കെ ഉണ്ട് വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വർക്ക് ഏരിയ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവിടെയുള്ള ബെഡ്റൂമിന് ആ കോർണറിലായിട്ടൊരു ഡ്രസ്സിങ് റൂമും അതിൻ്റെ ഇപ്പുറത്തായിട്ടൊരു ടോയ്ലറ്റൊക്കെ കൂടി കൊണ്ടുവന്ന് വാസ്തുവൊക്കെ ചേർത്തിട്ട് അടുക്കള എന്നാണെന്നുണ്ടെങ്കിൽ ഈ ചിമ്മിനിയും ഈ വാളൊക്കെ കൂടി പോകുമ്പോൾ ഇഷ്ടം പോലെ സ്ഥലമാണ്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു വീടായിട്ട് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ഈ ബിൽഡിങ്ങിലേ ഉണ്ട് അവിടെ ഒരു വര പോലെ കണ്ട, ഇത് ഒരു സ്ട്രക്ചറൽ ക്രാക്കാണ്. എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ ആ കോർണർ സിങ്കേജ് വരണോണ്ടായിരിക്കണം ഈ പൊട്ടൽ വരുന്നത്. നമ്മളിവിടെ പുതിയൊരു സ്ട്രക്ചർ കോൺക്രീറ്റിൽ ചെയ്യാൻ പോവാണ്. ആ സമയത്ത് നമ്മൾ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ആ ഒരു സിങ്കേജിൻ്റെ ഇഷ്യൂസ് ഒഴിവാകാൻ വേണ്ടി കൂടിയാണ് നമ്മളിങ്ങനെയുള്ള പില്ലേഴ്സ് കൊടുക്കുന്നത്. ഇവിടെ എല്ലാം പില്ലർ വരുന്നുണ്ട്. അതുകൂടാതെ പഴയ സ്ട്രക്ചറും പുതിയ സ്ട്രക്ചറും തമ്മിൽ സ്ട്രക്ചറിലെ ഒരു ബന്ധം വേണ്ട എന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നമ്മൾ ഓപ്പൺ കിച്ചൺ ആക്കാനായിട്ട് ഈ വോൾ കട്ട് ചെയ്യുമ്പം അതിൻ്റെ ലോഡ് വന്നിട്ട് ഈ സ്ട്രക്ചറിൽ വീക്കായിട്ടുള്ള മതിലിൽ വരാൻ പാടില്ല. അതിന് പകരം ആ മതിലിൻ്റെ തൊട്ട് പുറത്തായിട്ട് നമ്മൾ കോൺക്രീറ്റിലുള്ള പില്ലർ കൊടുക്കുന്നുണ്ട്. ആ പില്ലറിൻ്റെ മുകളിൽ വേണം ഈ കണ്ട ഭാരം മുഴുവനും വരാൻ വേണ്ടിയിട്ട്. പഴയ വീടിന് പുതിയ മുഖം റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിലെല്ലായിടത്തും, അതുകൂടാതെ കർണാടകത്തിലും വിശാഖപട്ടണത്തും ഉണ്ട്. നന്ദി ആർക്കിടെക്ട് ശ്യാം.